മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക സംഘത്തിൻ്റെ മൂന്നാമത് ആഗോള സമ്മേളനത്തിൻ്റെ സമാപന ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ആഗോള സമ്മേളനത്തിൻ്റെ സമാപന ദിനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ് നമുക്ക് എടുത്തു നൽകുന്നത് നമുക്കേറെ പ്രിയങ്കരനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വേദശാസ്ത്ര രംഗത്ത് അതുല്യമായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ആരാലും അനുകരിക്കാൻ കഴിയാത്ത വേദശാസ്ത്ര വ്യക്തിപ്രഭാവം ആഗോളതലത്തിൽ നേടിയെടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ബേബി വർഗീസ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ ഇരിക്കുന്ന വൈദികരിൽ ഭൂരിഭാഗം ആളുകളുടെയും ഗുരുസ്ഥാനീയനാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് ശേഷം ആഗോളതലങ്ങളിൽ അറിയപ്പെടുന്ന ചുരുക്കം ചില വേദശാസ്ത്രജ്ഞന്മാർ മാത്രമാണ് ഉദയം ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് ആഗോള പ്രസിദ്ധിയാർജിക്കുന്ന പല ജേർണലുകളിലും പ്രിയപ്പെട്ട അച്ഛൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയും അതിലുപരി അച്ഛൻ ഈ കഴിഞ്ഞ 8 മാസക്കാലം ഒരു വലിയ അമേരിക്കൻ്റെ വളരെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് സ്വീകരിച്ച് അവിടെയും ഉപരിപഠനം നിർവഹിപ്പാൻ അവിടെ റിസർച്ച് പേപ്പറുകൾ തയ്യാറാക്കുവാനും ഒക്കെ അവസരവും ഭാഗ്യവും ലഭിച്ച ഈ നൂറ്റാണ്ടിൽ മലങ്കര സഭയുടെ വേദശാസ്ത്ര ദർശനങ്ങൾ ശക്തമായി പങ്കുവെക്കുവാൻ ദൈവത്താൽ നിയോഗം ലഭിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനായ പ്രിയപ്പെട്ട ബേബി വർഗീസ് അച്ഛൻ കഴിഞ്ഞ ആഗോള സമ്മേളനത്തിൻ്റെയും അവസാന ക്ലാസ് പ്രിയപ്പെട്ട അച്ഛനാണ് എടുത്തതെന്ന് വീണ്ടും അനുസ്മരിക്കുന്നു. ഈ തിരക്കുകളുടെ മധ്യത്തിലും പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ മധ്യേ കടന്നു വരികയും ഈ ക്ലാസ് എടുക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്ത അച്ഛന് കടപ്പാടുണ്ട്. ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി ഞങ്ങളുടെ ഗുരുനാഥൻ ബേബി വർഗീസ് അച്ഛനെ ക്ലാസ് എടുക്കുവാനായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ തിരുമേനിമാരെ, വന്യ വൈദിക സഹോദരങ്ങളെ, ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ സെമിനാരിലെ CC ചെറിയാനച്ചനും ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പം ചെറിയാനച്ചൻ ചോദിച്ചത് ഇന്നെന്താ ഒരു പുതിയ വേഷത്തിൽ നിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പരിമല ചെന്ന് കഴിഞ്ഞ് മറുപടി പറയാം, വേറെ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പം ചോദ്യം പ്രതീക്ഷിച്ച് പലയിടത്തും നോക്കിയെങ്കിലും ആരും ചോദിച്ചില്ല. എന്തുകൊണ്ടാണ് വേഷത്തിൽ മാറ്റമുണ്ടായത്? എങ്കിലും നിങ്ങൾ ചോദിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഞാൻ മറുപടി പറയുകയാണ്. നമുക്ക് ആകപ്പാടെ മാറാൻ സാധിക്കുന്ന വേഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ആന്തരികമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആരാധനയുടെ കാര്യത്തിലും നമ്മൾ പലപ്പോഴും അതിൻ്റെ അന്തസത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ മാറ്റങ്ങൾ, ഒരു ഊഹാലിലുയായോ അതല്ല എങ്കിൽ ഒരു എലിമൂളി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഓർഗൻ വായിക്കാനോ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വൈദിക സംഘത്തിൻ്റെ ഈ സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട സജി അച്ഛനോടും മറ്റ് ചുമതലക്കാരോടും അറിയിക്കുന്നു. ആരാധനയിൽ അധിഷ്ഠിതമായ പൗരോഹിത്യ ജീവിതത്തെപ്പറ്റി സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൻ്റെ വേദപുസ്തകാടിസ്ഥാനത്തെ പറ്റിയുള്ള ചില ചിന്തകൾ ഒരു ലേഖനവുമായിട്ട് ഞാൻ എഴുതി പുരോഹിതൻ മാസികയുടെ പുതിയ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അത് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഒന്ന് സംഗ്രഹിക്കാം. ഒന്നാമത്, പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ വശങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ 2-3 ദിവസമായിട്ട് കേട്ടു. എങ്കിലും പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആരാധനയ്ക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. പ്രീസ്റ്റ്ലി മിനിസ്ട്രി ഈസ് എസെൻഷ്യലി എ ലിറ്റർജിക്കൽ ഫങ്ഷൻ. പുതിയ നിയമത്തിൽ വ്യത്യസ്തമായ വേദഭാഗങ്ങളിൽ ആശയം പറയുന്നുണ്ട്. രണ്ടാമത്, ആരാധനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭയുടെ കെട്ടുപണിയാണ്, ബിൽഡിംഗ് അപ്പ് ഓഫ് ദി ചർച്ച്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ അവിടെ വിവിധ ആത്മീയ വരങ്ങളെ പറ്റി പറഞ്ഞിട്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, സകലവും ആത്മീയ വർധനയ്ക്കായിട്ട് ഉതകട്ടെ. സകലവും ആത്മീയ വർധനയ്ക്കായിട്ട് ഉതകട്ടെ. അവിടെ ആത്മീയ വർധന എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് എഡിഫിക്കേഷൻ, ഗ്രീക്കില് ഒയ്ക്കഡോമിയ, ബിൽഡിംഗ് അപ്പ് ഓഫ് ദി ഹൗസ്.
സഭയുടെ കെട്ടുപണി എന്ന് പറയുമ്പോഴത്തേക്കും ആരാധനയിൽ കൂടിയാണ് സഭ ലോകത്തിൽ ദൃശ്യമാകുന്നത്. സഭ നിലനിൽക്കുന്നതും ആരാധനയിൽ കൂടിയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നും. ഒരു 650 AD 650 ആയപ്പോഴത്തേക്കും മധ്യപൂർവ്വ ദേശങ്ങളിൽ ഇസ്ലാം ആധിപത്യം ഉറപ്പിച്ചു. ക്രിസ്ത്യാനികൾക്കും മറ്റ് മതങ്ങൾക്കും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മുസ്ലിം ഭരണാധികൾ ഏർപ്പെടുത്തി. അതിന്നും തുടരുന്നുണ്ട്. അന്ന് അവിടുത്തെ സുറിയാനി സഭ ഉൾപ്പെടെയുള്ള മറ്റ് സഭകൾ, കോപ്റ്റിക് സഭ, സുറിയാനി സഭ, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പേട്രിയർക്കേറ്റ്, ഇവരൊക്കെ നിലനിന്നത് ആരാധനയിൽ കൂടിയാണ്. അതോടൊപ്പം തന്നെ 1917 റഷ്യൻ വിപ്ലവം ഉണ്ടായത്. റഷ്യൻ വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഓർത്തഡോക്സ് സഭ, പിന്നീട് കിഴക്കൻ യൂറോപ്പിലെ സഭകളൊക്കെ നിലനിന്നത് ഏതെങ്കിലും ചാരിറ്റബിൾ വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലായിരുന്നു, നേരെ മറിച്ച് ആരാധനയിൽ കൂടിയാണ്. അപ്പോൾ അവിടെ സഭ നിലനിന്നത്, സഭയുടെ കെട്ടുപണി എന്ന് പറയുന്നത് ആരാധനയായിരുന്നു. ഈ ആശയങ്ങൾ ഞാൻ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ 300 വർഷങ്ങളിൽ AD 300 വരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുസ്തുനിയോസ് ചക്രവർത്തിയുടെ മനസാന്തത്തിന് മുൻപ് ക്രിസ്തീയ സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആരാധനയായിരുന്നു. ആ ആരാധനയുടെ ഭാഗമായിട്ട് അനാഥരെയും വിധവമാരെയും ദരിദ്രരെയും സഭ ശുശ്രൂഷിച്ചിരുന്നു. അപ്പോൾ അത് സഭയുടെ ആരാധനയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സഭ കണക്കാക്കിയിരുന്നത്. ഒരു ബിഷപ്പിൻ്റെ ഫംഗ്ഷനെ പറ്റി പറയുമ്പോൾ ആരാധനയിൽ കാർമ്മിത്വം വഹിക്കുക എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള അനാഥരെയും ദരിദ്രരെയും കരുതുക എന്നുള്ള ദൗത്യവും അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കാനൂനികൾ എന്നിവയിൽ ധാരാളമുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഈ ചാരിറ്റബിൾ വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് വാസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദി യൂക്കറിസ്റ്റ്. അത് ഇന്ന് ഓർത്തഡോക്സ് തിയോളജി പറയുന്നുണ്ട്, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. അപ്പോൾ ഈ സാധുക്കളെ ശുശ്രൂഷിക്കേണ്ടത്, അനാഥരെ കരുതുന്നത് ഒരു ആരാധനാ കർമ്മമാണ് എന്നാണ് ആദിമസഭ കണക്കാക്കിയിരുന്നത്. പ്രീസ്റ്റ്ലി മിനിസ്ട്രി, പ്രത്യേകിച്ചും എപ്പിസ്കോപ്പൽ മിനിസ്ട്രി, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി ആണെന്നുള്ള കാഴ്ചപ്പാട് 4-ാം നൂറ്റാണ്ടിലാണ് ഉടലെടുത്തത്. ഇന്ന് നമ്മൾ വൈദികരെ സംബന്ധിച്ചും ഒരു പരിധിവരെ പലയിടത്തും വൈദികൻ്റെ കഴിവിനെ അളക്കുന്നത് ഭരണത്തിലുള്ള പ്രാവണ്യത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണെന്നോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിഷപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണെന്നുള്ള കാഴ്ചപ്പാട് 4-ാം നൂറ്റാണ്ടിലുണ്ടായി. പിന്നീട് കത്തോലിക്ക സഭയിൽ എപ്പിസ്കോപ്പസിയെ ഒരു ഭരണ ചുമതല എന്നുള്ള നിലയിലാണ് കണ്ടുവന്നത്. അത് ഇന്നും തുടരുകയും ചെയ്യുന്നു. ഈ വൈദികരുടെ സ്ഥലം മാറ്റം, മേൽപ്പെട്ടക്കാരുടെ സ്ഥലം മാറ്റം എന്നിവ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഉടലെടുത്തത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്നുള്ള ചിന്ത. ഈ പൗരോഹിത്യ ശുശ്രൂഷ ഒരു ലിറ്റർജിക്കൽ ഫംഗ്ഷൻ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പട്ടംകുടയിൽ ഒരു ദേവാലയത്തിൻ്റെ പേര് പറഞ്ഞാണ് പട്ടം കൊടുക്കുന്നത്. ഒരാളെ കശീശായെ, ശംശോനോയെ, യൗപതിയക്കനോയെ ഇന്ന മധുബഹായിലേക്ക് പട്ടം കെട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഒരു സ്ഥലത്തിൻ്റെ ഭരണ ചുമതലയ്ക്ക് വേണ്ടി പട്ടം കെട്ടുന്നു എന്നല്ല പറയുന്നത്. അപ്പോൾ അതൊരു ലിറ്റർജിക്കൽ ഫംഗ്ഷൻ ആണെന്നുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ആരാധനയിൽ കടന്നുകൂടിയ തെറ്റായ ചില നടപടികളെ പറ്റി കഴിഞ്ഞ തവണ ഞാൻ ഈ വേദിയിൽ പറഞ്ഞിരുന്നു. അതിന് വളരെ സന്തോഷകരമായ പ്രതികരണമാണ് വൈദികരിൽ നിന്നും മറ്റും ഉണ്ടായത്. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് ഇപ്പോഴും യൂട്യൂബിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം ആളുകൾ, നമ്മുടെ സഭയിൽപ്പെടാത്ത ആളുകളും മറ്റ് സഭയിൽപ്പെട്ട ആളുകളും അത് കണ്ടതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വൈദികരുടെ ഒരു ഇടവക ശുശ്രൂഷയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്നാൽ പലയിടത്തും വിശുദ്ധ കുർബാനയേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ചില പാരാ ലിറ്റർജിക്കൽ പ്രാക്ടീസസ് ആണ്. കുർബാന, യാമപ്രാർത്ഥന ഇതല്ലാതുള്ള ചില ചടങ്ങുകൾ, അതിനാണ് പാരാ ലിറ്റർജിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഈ പാരാ ലിറ്റർജിക്കൽ പ്രാക്ടീസസ് പലതും പ്രാദേശികമായ ആചാരങ്ങളായിട്ട് ഉത്ഭവിച്ചു. അത് പിന്നീട് സഭയിൽ പലയിടത്തും പ്രചരിച്ചു. അതിൻ്റെ നല്ല തെളിവാണ് 8 നോമ്പെന്ന് പറയുന്നത് മണർകാട് പള്ളിയിൽ ആരംഭിച്ചതാണ്. എൻ്റെ ചെറുപ്പകാലത്ത്
വളരെ കുറച്ച് പള്ളികളിൽ മാത്രമേ 8 നോയമ്പ് ആചരണം ഉണ്ടായിരുന്നുള്ളൂ. മണർകാട് പള്ളിയിൽ ആരംഭിച്ച ഒരു സംഗതിയാണ്. അത് ക്രമേണ ഇന്ന് മലങ്കരയിൽ എല്ലായിടത്തും എത്തിച്ചേർന്നു. അപ്പോൾ ഒരു പ്രാദേശികമായ ആചാരം പലയിടത്തും എത്തിച്ചേരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ നമ്മുടെ വൈദികർക്ക്, സഭാംഗങ്ങൾക്ക് കാലോചിതമായ വിദ്യാഭ്യാസം ഉണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്ത് യാത്ര ചെയ്തും ജീവിച്ചുമുള്ള പരിചയം, എക്സ്പോഷറുണ്ട്. എങ്കിലും ഈ പാരാലിറ്റർജിക്കൽ പ്രാക്ടീസസ് മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഓർത്തഡോക്സി എന്നുള്ള ഒരു തെറ്റായ ചിന്ത നമ്മുടെ ആളുകളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. കുർബാനയെക്കാളിലും യാമപ്രാർത്ഥനയെക്കാളും ഒക്കെ പ്രധാനപ്പെട്ടത് ഈ പാരാലിറ്റർജിക്കൽ പ്രാക്ടീസസ് ആണെന്നുള്ളൊരു ചിന്ത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുരിശും തൊട്ടികളും അവയെ കേന്ദ്രീകരിച്ചുള്ള ഭക്തി പ്രകടനങ്ങളുമാണ്. മിക്ക ദേവാലയങ്ങൾക്കും 1 2 അതിലധികമോ കുരിശടികളുണ്ട്. ഈ കേരളത്തിൽ ഒഴിച്ച് വേറെ ഒരു നാട്ടിലും വഴിയുടെ സൈഡിൽ കുരിശടികൾ പണിയുന്ന രീതി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദീർഘനാൾ യൂറോപ്പിൽ ജീവിച്ചിട്ടുണ്ട്. കത്തോലിക്കരുടെയൊക്കെ അവർക്ക് സ്വാധീനമുള്ള നാടുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട്. പക്ഷേ റോഡ് സൈഡിൽ ഈ കുരിശും തൊട്ടുകൾ പണിയുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഇന്ന് വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ ഈ കുരിശടികൾ അല്ലെങ്കിൽ കാണിക്ക മണ്ഡപങ്ങൾ പണിതുയർത്തുന്നതിലൊരു മത്സരമാണ് കാണുന്നത്. അതിന് ഇത്രയധികം കുരിശടികൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ഈ ഗൾഫ് അമേരിക്കൻ പണത്തിൻ്റെ ഒഴുക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഇത് സ്പോൺസർ ചെയ്യാൻ തക്കവണ്ണ ആളുകൾ ധാരാളമായിട്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ്. ഈ കോട്ടയത്ത് പേജുകളൊക്കെ തിരിഞ്ഞു മറിഞ്ഞുമൊക്കെയാണ്. ചങ്ങനാശ്ശേരിക്കും ചിങ്ങമനത്തിനിടയ്ക്ക് കുറിച്ചി ഔട്ട് പോസ്റ്റ് ജംഗ്ഷനിൽ നമ്മുടെ ഒരു പള്ളിയുണ്ട്. സെമിനാരിയിൽ പഠിച്ചിട്ടുള്ള പലർക്കും ആ പള്ളി അറിയാം. ഞാൻ കഴിഞ്ഞ വർഷം ഒരു ചെറിയ കാലയളവിൽ ആ പള്ളിയിലെ വികാരിയായിട്ട് പ്രവർത്തിച്ചു. ആ പള്ളിയുടെ 2 വശത്തും പ്രധാന റോഡുകളുണ്ട്. കിഴക്കേ വശത്ത് MC റോഡ്, വടക്ക് വശത്ത് കുറിച്ചി വലിയ പള്ളിയിലേക്കുള്ള റോഡുമുണ്ട്. സ്ഥലമാകപ്പാടെ ഒരു 20 സെൻറ്റ് 25 സെൻറ്റ് കൂടുതലില്ല. എന്നാൽ ആ പള്ളിക്ക് ചുറ്റുമായിട്ട് മുറ്റത്ത് തന്നെ 3 കുരിശും തൊട്ടികളുണ്ട്. MC റോഡിൻ്റെ സൈഡിലും കുറിച്ചി വലിയ പള്ളിയിലേക്കുള്ള റോഡിൻ്റെ സൈഡിലും. ഇതുകൂടാതെ പള്ളിയുടെ പടിഞ്ഞാറെ വാതിലിൻ്റെ അഭിമുഖമായിട്ടും ഒന്ന്. ഇതുകൂടാതെ 4മതൊരെണ്ണം കുറിച്ചി ഔട്ട് പോസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് അല്പം തെക്കോട്ട് മാറി MC റോഡ് സൈഡിൽ ഒരെണ്ണം കൂടിയുണ്ട്. അവിടെ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അവിടെ സന്ധ്യാപ്രാർത്ഥന സംബന്ധിക്കുന്നത് 10ൽ താഴെ വരുന്ന ഭക്തജനങ്ങളാണ്. ആ 10ൽ താഴെ വരുന്ന ഭക്തജനങ്ങളിൽ പകുതിയിലധികം മധുബായിൽ ശുശ്രൂഷിക്കുന്ന കുട്ടികളാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. വീട്ടിൽ നിന്ന് അവരെ പറഞ്ഞു വിടുന്നതാണ്. ഈ കുട്ടികൾക്കൊക്കെ ഈവൻ പള്ളിയിലെ ശുശ്രൂഷകന് പോലും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് വരാതിരിക്കാൻ സാധിക്കും. പക്ഷേ ഒരു വൈദികനെ സംബന്ധിച്ച് സാധ്യമല്ല. അവിടെ പോയേ മതിയാവും. ഇത്തരത്തിൽ കേരളത്തിലുടനീളമുള്ള പള്ളികളിൽ കുരിശടികൾ പണിതുയർത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പള്ളിയുടെ ഒരു ധനാഗമന മാർഗമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും കണ്ണടയ്ക്കുകയാണ്. ഈ ഒരു ധനാഗമന മാർഗമായതുകൊണ്ട് ഈ കുരിശടികളുള്ള പ്രാർത്ഥന വേണ്ടെന്ന് വയ്ക്കുവാനായിട്ട് വൈദികർക്ക് സാധിക്കുന്നില്ല. ഈ ചില ദേവാലയങ്ങളിൽ അല്പം തമാശയുള്ള സംഗതി കൂടിയാണ്. ചില ദേവാലയങ്ങളിൽ നേരത്തെ ഉണ്ടായ ഒരു കുരിശും തൊട്ടി പഴയ വിശുദ്ധന്മാരുടെ പേരിലായിരുന്നു. അത് അത്രയും ഇഫക്റ്റീവ് അല്ല എന്ന് തോന്നിയപ്പോൾ വേറെ വിശുദ്ധന്മാരുടെ പേരിൽ റീഡെഡിക്കേറ്റ് ചെയ്ത എക്സാമ്പിൾസ് ഉണ്ട്. കോട്ടയത്തടുത്തുള്ള ഒരു വളരെ പ്രമുഖമായ ദേവാലയത്തിൽ തോമാസ് ലീഹായുടെ നാമത്തിലുള്ള ഒരു കുരിശും തൊട്ടി ഉണ്ടായിരുന്നു. ഒരു മെയിൻ റോഡ്, കേക്ക റോഡ് സൈഡിൽ. ഇറങ്ങിക്കഴിഞ്ഞവരോട് ചോദിച്ചാൽ ഏത് പള്ളിയാണെന്ന് ഞാൻ പറയാം. അവിടെ തോമാസ് ലീഹായുടെ നാമത്തുള്ള കുരിശും തൊട്ടിയിൽ കാര്യമായിട്ട് കാണിക്ക വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ അത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പരിമളത്തിനുടെ നാമത്തിൽ റീഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പലയിടത്തും ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ കുരിശും തൊട്ടികളുണ്ട്. അവിടെ ഉള്ള പതിവായിട്ടുള്ള സന്ധ്യാപ്രാർത്ഥന, പ്രസംഗം, നേർച്ച വിളമ്പ് എന്നിവ ഒരു പെരുന്നാളിൻ്റെ പ്രതീതി ഉളവാക്കുന്നതാണ്. കൂടാതെ ഇടവകയുടെ വാർഷിക പെരുന്നാളിൽ അതിൽ പ്രധാന പെരുന്നാൾ വരുമ്പോൾ ഈ കുരിശും തൊട്ടികളിലേക്കും അവിടെ നിന്നും പ്രദക്ഷിണം അല്ലെങ്കിൽ റാസ നടത്താറുണ്ട്. ഈ പലയിടത്തും പള്ളികളിൽ ശനിയാഴ്ച സന്ധ്യ നമസ്കാരം വെച്ചാൽ പള്ളിയിൽ ആളുകൾ വരുന്നത് വളരെ കുറവാണ്. എന്നാൽ കുരിശും തൊട്ടിയിൽ കൂടുതൽ പേരെത്തും.
പള്ളിയേക്കാൾ പ്രധാനം കുരിശും തൊട്ടിയാണെന്നുള്ള തെറ്റായ ചിന്ത ആളുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് പഴയസിമാരിൽ നിന്ന് അല്പം പടിഞ്ഞാട്ട് മാറിയുള്ള കുമ്മനം സെൻറ്റ് ജോർജ് പള്ളിയിൽ ചുമതലയുണ്ടായിരുന്നു. ഒരു ദിവസം ഇട ദിവസം ഞാൻ അവിടെ കുർബാന ചെല്ലുമ്പോൾ കുർബാനയ്ക്ക് മുൻപായിട്ടുള്ള നമസ്കാരം ത്തിൻ്റെ സമയത്ത് ഇടവാംഗമായ ഒരാൾ പള്ളിയുടെ മുറ്റത്തുള്ള കുരിശും തൊട്ടി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് കണ്ടു. പള്ളിക്കകത്ത് പ്രഭാത നമസ്കാരം നടക്കുന്നുണ്ട്. ആ സമയത്ത് പള്ളിക്കകത്ത് കയറി ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് പോകാനല്ല അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം കുരിശും തൊട്ടിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഏതാനും മിനിറ്റ് മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രധാനം കുരിശും തൊട്ടി ആണെന്നുള്ള ഒരു ചിന്ത ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു തെറ്റായ സന്ദേശം ആണ് നമ്മളിവിടെ നമ്മുടെ സഭാംഗങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ പള്ളിയെപ്പറ്റി, അവിടെയുള്ള ആരാധനയെപ്പറ്റി, കുർബാനയുടെ പവിത്രതയെപ്പറ്റി നാം നടത്തുന്ന ഉത്ബോധനങ്ങൾക്ക് വിലയില്ലാത്ത രീതിയിൽ നാം തന്നെ പ്രവർത്തിക്കുകയാണ് ഈ കുരിശും തൊട്ടിയിലുള്ള ഈ പ്രാർത്ഥനയും മറ്റും നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ. നമ്മുടെ വാക്കുകളുടെ വിശ്വസനീയത നഷ്ടപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. ഈ യൂറോപ്പിലെ കത്തോലിക്ക സഭയിലാണ് ഇത്തരത്തിലുള്ള കുരിശടികളും കപ്പലുകളും പണിതുയർത്തുന്ന രീതി ഉണ്ടായത്. വഴിയിലല്ല, ചില കൃഷിയിടങ്ങളിലും മറ്റുമാണ്. സ്പെയിൻ, പോർച്ചുഗൽ, അതുപോലെ തെക്കൻ ജർമ്മനി, ഓസ്ട്രിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ വളരെ യാഥാസ്ഥിതിയായ കൺസർവേറ്റീവായ കത്തോലിക്ക സഭാംഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഷ്രൈൻസ്, കുരിശും തൊട്ടികൾ അല്ലെങ്കിൽ കപ്പലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ പാതയോരങ്ങളിലല്ല പണിതിരിക്കുന്നത്, നേരെ മറിച്ച് കൃഷിയിടങ്ങളിൽ ആ കൃഷിയിടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഷ്രൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ വൈദികർ ഈ അരുളിക്ക നമ്മുടെ പള്ളിയിൽ ഇപ്പം എല്ലായിടത്തും ഉണ്ട്. അത് കത്തോലിക്കരുടെ സാധനമാണ്. അത് ഈ ഓസ്തി വെക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. അതായത് അവരുടെ കത്തോലിക്കരുടെ ആ കുർബാനയപ്പം വെക്കാൻ വേണ്ടി ഈ അരളിക്കായ്ക്കകത്തൊരു ചെറിയ ഹുക്ക് പോലൊരു സാധനം അകത്ത് കാണാം. നടുക്കുള്ള ഗ്ലാസ്സും ഒക്കെ ഇവർ അവരുടെ കുർബാന വെച്ച് എഴുന്നള്ളിക്കാനും അത് വെച്ച് വാഴ്ത്തുവാനുമുള്ള ഒരു ഉപകരണമാണ് അരളിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തിലൊരിക്കൽ കത്തോലിക്ക വൈദികർ ഇങ്ങനെ കൃഷിയിടങ്ങളിലുള്ള ഷ്രൈൻസിൽ അരളിക്കായിൽ കുർബാനയൊക്കെ വെച്ച് പോയി അവിടെ പ്രാർത്ഥിക്കുകയും വാഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഷ്രൈൻസ്, പാതയോരങ്ങളിലുള്ള ഷ്രൈൻസ് ഇവിടെ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. 40-50 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള കുരിശടികൾ നമ്മുടെ നാട്ടിൽ പൊതുവെ കുറവായിരുന്നു. എന്നാൽ 1950 ശേഷം വിദേശ പണം നാട്ടിലേക്ക് ധാരാളമായിട്ട് ഒഴുകി എത്തിയതിന് ശേഷമാണ് ഈ കുരിശടികൾ പാതയോരങ്ങളിൽ ധാരാളമായിട്ടുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ സ്പോൺസർ ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ അച്ഛന്മാർ സമീപിക്കുമ്പോൾ സ്പോൺസർ ചെയ്യാൻ തക്ക ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അതുപോലെ മോസ്കുകൾ, SNDPക്കാരൊക്കെ ക്രിസ്ത്യാനികളുടെ മാതൃകയിൽ ഇത്തരം ഷ്രൈൻസ് പണിതുയർത്തിയിട്ടുണ്ട്. പലയിടത്തും ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമയൊക്കെ വെച്ചുകൊണ്ടുള്ള ഷ്രൈൻസ് നമ്മൾ പലപ്പോഴും കാണുകയും ചെയ്യുന്നുണ്ട്. ഈ റോഡുകൾക്ക് വീതി കൂട്ടുമ്പോൾ ഇവ പൊളിക്കാനാവാതെ അതൊരു വികസനത്തിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നുള്ളത് നമുക്കറിയാവുന്ന സംഗതിയാണ്. ഈ പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ എത്തിച്ചിട്ടുള്ള വേറൊരു ആചാരമാണ് ഈ ഊരു ചുറ്റിയുള്ള റാസം, പ്രൊസഷൻസ്. അത് ഓർത്തഡോക്സ് ലിറ്റർജിക്കൽ ട്രഡീഷൻ്റെ ഭാഗമാണ്. എന്നാൽ മിക്ക സഭകളിലും, മിക്കവാറും എല്ലാ സഭകളിലും ദേവാലയത്തിന് ചുറ്റുമല്ലാതെയുള്ള പ്രൊസഷൻസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് സുറിയാനി സഭയിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, AD 650 ആയപ്പോഴത്തേക്കും മധ്യപൂർവ്വ ദേശങ്ങളിൽ മുസ്ലിംസ് ആധിപത്യം പുലർത്തി കഴിഞ്ഞപ്പോൾ മണി അടിക്കുന്നത് പോലും വിലക്കിയിരുന്നു. ഉറക്കെ ശബ്ദത്തിൽ പാടുന്നതും കുർബാനയിടുന്നതും വരെ വിലക്കിയിരുന്നു. പള്ളിക്ക് പുറത്ത് ഒരു പ്രദർശനം നടത്തുക എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയായിരുന്നു. വളരെ അപൂർവമായിട്ട് ചില മുസ്ലിം ഭരണാധികാരികൾ ദനഹായുടെ ദിവസം അടുത്തുള്ള നദിയോ ജലാശയമോ വാഴ്ത്തുവാൻ തക്കവണ്ണം അനുവാദം നൽകിയിരുന്നു. ബാറബ്രായയുടെയും അതുപോലെ മീഹായൽ റാബയുടെയും മറ്റേ സഭായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആ വർഷം അന്നത്തെ മുസ്ലിം ഭരണാധികാരി അദ്ദേഹത്തിന് സന്മനസ് ഉണ്ടായതുകൊണ്ട് ദനഹായുടെ ദിവസത്തെ പ്രൊസഷൻ നടത്താൻ സാധിച്ചു. അത് വളരെ എക്സെപ്ഷണലായിട്ട് 50 വർഷമോ 100 വർഷമോ കൂടുമ്പോൾ നടക്കുന്ന സംഗതിയാണ്. ഇതല്ലാതെയുള്ള പെരുന്നാളുകളുടെ പ്രൊസഷൻസ് എന്ന് പറയുന്നത്
പെരുന്നാളുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ളത് ഈ നമ്മൾ ഉയർപ്പിൻ്റെ പെരുന്നാളോ അതല്ല എങ്കിൽ ക്രിസ്മസിൻ്റെ ശുശ്രൂഷ ഇങ്ങനെയുള്ള സമയത്തല്ലാതുള്ള പ്രൊസഷൻസ് എല്ലാം. ഞാൻ ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് തുർക്കിയിൽ തുറബ്ദീനിൽ പാത്രിക്കീസിൻ്റെ പഴയ ആസ്ഥാന ആ സ്ഥലത്ത് 2 ആഴ്ചക്കാലം പോയി താമസിച്ചു. മാർ ഔഗേൻ്റെ ദേറായിൽ. ഔഗേൻ ബാവായ്ക്ക് ശേഷം അവിടെ ചെല്ലുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ഒരുപക്ഷെ ഞാനായിരിക്കും. കാരണം അത് വളരെ പ്രശ്നമുള്ള ഏരിയ ആയിരുന്നു. കാശ്മീരിനേക്കാളിലും അഫ്ഗാനിസ്ഥാനേക്കാളിലും പ്രശ്നമുള്ള ഏരിയ ആയിരുന്നു. എന്നാൽ ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് അവിടെ തുർക്കിഷ് ഗവൺമെൻറ്റും കുർദുകളും തമ്മിൽ ഒരു സീസ് ഫയർ ഉടമ്പടി ഉണ്ടാക്കിയത് കൊണ്ട് അല്പം ഒരു സമാധാനം വന്നിട്ടുണ്ട്. മാർ ഔഗേൻ്റെ ദേറായിൽ ഒരു റംബാച്ചൻ താമസിക്കുന്നുണ്ട്. അവിടെ പുതുഞാറാഴ്ച കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച മാർ ഔഗേൻ്റെ ഓർമ്മപ്പെരുന്നാളായിരുന്നു. അന്ന് മോർ ഗബ്രിയേലിൻ്റെ, അതായത് തുറബ്ദീനിലെ മെത്രാപ്പോലിത്ത തിമോത്തിയോസ് അക്താസ് എന്ന് പറഞ്ഞ മെത്രാപ്പോലിത്തയാണ് കുർബാനയുള്ളത്. ഏകദേശം 100-ൽ താഴെ ആളുകൾ അതിൽ സംബന്ധിച്ചിരുന്നു. അവിടെ പെരുന്നാൾ കഴിഞ്ഞ് പ്രത്യേകിച്ച് റാസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ കത്തോലിക്കരുടെ റാസയുടെ ഒരു അനുകരണമായിട്ടാണ് നമ്മൾ ഏത് പെരുന്നാൾ വന്നാലും പള്ളിക്ക് ചുറ്റുമോ അല്ലെങ്കിൽ തെരുവിലിറങ്ങിയോ ഉള്ള റാസകൾ നടത്തുന്നത്. അപ്പോൾ ഈ പ്രൊസഷൻസ് എന്ന് പറയുന്നത് ഊര് ചുറ്റിയുള്ളതല്ല. മറ്റ് ഓർത്തഡോക്സ് സഭകളിൽ പള്ളിക്ക് ചുറ്റും മാത്രമുള്ളതാണ്. നമ്മൾ പോർച്ചുഗീസുകാരുടെ ഒരു ആചാരത്തിൻ്റെ ഒരു ഇമിറ്റേഷനാണ്. പ്രത്യേകിച്ച് ഈ തെരുവീഥികളിൽ ബാൻഡ്, കുഴൽ എന്നീ ശബ്ദ കോലാഹലങ്ങളോടെ നടത്തുന്ന റാസ അത് ഈ ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. യൂറോപ്പിൽ ഇത്രയുള്ള പ്രൊസഷൻ ഞാൻ കണ്ടിട്ടുള്ള ഏക നാട് മാൾട്ട എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. 2012 ഞാൻ മാൾട്ടായി പോയിരുന്നു. പൗലോസ് ശ്ലീഹ പോയ മെലീത്ത എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ അവിടെ ദൈവമാതാവിൻ്റെ ഒരു പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഈ അവർ മാതാവിൻ്റെ സ്റ്റാച്യു ഒക്കെ ആയിട്ട് ആഘോഷമായിട്ട് ബാൻഡുമൊക്കെ ഊതി തെരുവിൽ കൂടി റാസ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഓർത്തഡോക്സ് സഭകളിലെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കത്തോലിക്കരുടെ റാസയിൽ 2 സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. 2 ലിറ്റർജിക്കൽ ഓബ്ജക്ട്സ്. ഒന്നാണ് അരുളിക്ക എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ആർക്കെങ്കിലും അറിയാവോ? മോൺസ്ട്രൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. മോൺസ്ട്രൻസ് കാണിക്കാനുള്ള സാധനം. മോൺസ്ട്രൻസ് MONSTRANCE മോൺസ്ട്രൻസ്. അരുളിക്ക എന്ന് മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പം അരുളിക്കകത്ത് കുർബാന വെച്ച് രണ്ടാമത് ഒരു സെയിൻറ്റിൻ്റെ സ്റ്റാച്യു. ഇത് രണ്ടുമാണ് ഈ ഇവർ കത്തോലിക്കർ പ്രൊസഷൻസിൽ കൊണ്ടുപോകുന്നത്. നമ്മുടെ പ്രൊസഷൻസിൽ ഇന്ന് സ്റ്റാച്യൂസ് നമ്മൾ കൊണ്ടു നടക്കുന്നില്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നമ്മുടെ ദേവാലയങ്ങളിൽ കത്തോലിക്കരുടെ സ്വാധീനത്തിൽ പലയിടത്തും സ്റ്റാച്യൂസ് വെച്ചിരുന്നു. തെളിവുകളുണ്ട്. 1815 ശേഷം വന്ന അന്ത്യോക്യൻ മെത്രാച്ചന്മാരാണ് പലയിടത്തുമുള്ള സ്റ്റാച്യൂസ് എടുത്ത് കളഞ്ഞത്. അങ്ങനെ കത്തോലിക്കർ സ്ഥാപിച്ച സ്റ്റാച്യൂസിൻ്റെ അവസാനത്തെ ചില അവശിഷ്ടങ്ങളാണ് കോട്ടയം ചെറിയ പള്ളിയുടെ മുഖവാരത്തിലുള്ള ദൈവമാതാവിൻ്റെ സ്റ്റാച്യു ഒക്കെ. അതുപോലെ എനിക്ക് തോന്നുന്നത് കുന്നംകുളത്തെ പള്ളിയിലുണ്ടെന്ന് തോന്നുന്നു. അത് കത്തോലിക്കരാണ് വെച്ചത്, ഒരിക്കലും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല. ഈ ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ദേവാലയങ്ങളിൽ ഈ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നാൽ സ്റ്റാച്യൂസും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പ്രദക്ഷിണം നടത്തിയതായിട്ട് തെളിവുകൾ കാണുന്നില്ല. ഇന്ന് നമ്മുടെ പള്ളികളുടെ ത്രോണോസിൽ പലയിടത്തും അരുളിക്കായുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. ആളുകൾ കൊണ്ട് വെക്കുന്നതാണ്. അത് കളയാൻ വയ്യാത്തത് കൊണ്ട് അത് നിരത്തി വയ്ക്കും. അതിലൊക്കെ സങ്കടകരമായ സംഗതിയാണ് പ്ലാസ്റ്റിക് പൂക്കൾ ത്രോണോസ് നിരത്തി വയ്ക്കുന്നത്. യൂറോപ്പിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, യൂറോപ്പിൽ ഒരാൾക്ക് പ്ലാസ്റ്റിക് പൂ കൊടുക്കുന്നത് അയാളെ ഇൻസൾട്ട് ചെയ്തത് തുല്യമാണ്. ജീവനില്ലാത്ത ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണാൻ പോകുമ്പോൾ നല്ല ഒരു ബൊക്കെ കട്ട് ഫ്ലവർ കൊണ്ട് കൊടുക്കുന്ന ആളിനെ ആദരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് പൂ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ വലിച്ചു മുഖത്തെറിയുന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മൾ ഈ ഫുട്പാത്തിൽ തമിഴന്മാർ വിൽക്കാൻ വെച്ചിരിക്കുന്ന അതെല്ലാം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പള്ളിയിൽ കൊണ്ട് വയ്ക്കും. പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ വെച്ചത് കൊണ്ട് അതെടുത്തു മാറ്റിയാൽ എനിക്ക് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അച്ഛന്മാർ ഇതങ്ങ് അങ്ങ് കണ്ടടയ്ക്കും. പല ദേവാലയങ്ങളിലും ഈ പ്ലാസ്റ്റിക് പൂ അത് ചുക്കിലിയൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് ത്രോണോസിന് ഒരു അലങ്കാരത്തെക്കാൾ ത്രോണോസിനൊരു അപമാനമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ അരുളിക്കയുടെ കൂടെ ഈ പ്ലാസ്റ്റിക് പൂക്കളും പലയിടത്തും നിറഞ്ഞു കഴിഞ്ഞു. ഈ കുർബാന എഴുന്നള്ളിക്കുന്ന രീതി ഓർത്തഡോക്സ് സഭകളിലില്ല.
അതുപോലെ തന്നെ ഒരു വിശുദ്ധൻ്റെ പെരുന്നാളിനോ മേൽപ്പട്ടക്കാരുടെ ഓർമ്മയ്ക്കോ ആഘോഷമായ റാസ് നടത്തുന്നതും ഓർത്തഡോക്സ് സഭകളിലില്ല. നമ്മുടെ ഈവാനീസ് തിരുമേനി അതിനെതിരായിട്ട് കുറേയൊക്കെ ശബ്ദം ഉയർത്തി. പക്ഷേ തിരുമേനിയുടെ വാക്കുകൾ നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സംഗതിയാണ്. പിന്നീട് നമ്മുടെ പെരുന്നാളുകളുടെ ഒരു അവിഭാജ്യമായ ഘടകമാണ് ശബ്ദ കോലാഹലം എന്ന് പറയുന്നത്. നമ്മുടെ മിക്കവാറും എല്ലാ പള്ളികളിലും ഒരു വർഷത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഇടവക പെരുന്നാളിനാണ്. പെരുന്നാൾ ആഘോഷങ്ങളുടെ ആത്മീയമായ അർത്ഥം നമുക്ക് മിക്കവാറും നഷ്ടമായിട്ടുണ്ട്. ഈ പെരുന്നാൾ ദിവസത്തെ കുർബാനയേക്കാൾ പ്രാധാന്യം തലേ ദിവസത്തെ റാസയ്ക്കാണ് പലയിടത്തും. ഇടവകയുടെ അതിർത്തിക്കും അതിന് പുറത്തും ഫ്ലെക്സ് ബോർഡുകളും ഉച്ചഭാഷണികളും പ്ലാസ്റ്റിക് തോരണങ്ങളും പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഔഭാജ്യ ഘടകങ്ങളാണ് നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഈ സ്പോൺസർ ചെയ്യാനായിട്ട് ആളുകൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സ്പോൺസർ ചെയ്ത വെടിക്കെട്ടുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന സഭാംഗങ്ങൾ അവർക്ക് അവരുടെ ഭക്തിയെ നമ്മൾ ചൂഷണം ചെയ്ത് നമ്മൾ ധാരാളമായിട്ട് പണം പിരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പെരുന്നാൾ നടത്തിപ്പിൽ പള്ളി കമ്മിറ്റികളും ഭാരവാഹികളും താല്പര്യം കാണിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വലിയ പള്ളികളിലെ അച്ഛന്മാർക്കറിയാം, അവരുടെ സാമ്പത്തിക ലാഭമാണ്. ഒരു കിക്ക് ബാക്ക്. അച്ഛന്മാരെ സംബന്ധിച്ച് 3 വർഷം പ്രശ്നമില്ലാതെ അവിടെ കഴിഞ്ഞു പോകേണ്ടത് കൊണ്ട് ഒന്നും മിണ്ടാറില്ല. ഈ പെരുന്നാളുകളുടെ കണക്കുകൾ പല പള്ളികളിലും സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്, കൊട്ടത്താപ്പാണ്. ഈ നമ്മുടെ പിന്നെ ഈ കിക്ക് ബാക്ക് പിന്നെ പെരുന്നാളിൻ്റെ സമയത്തൊന്ന് ആളാകാൻ വേണ്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് സാമുവൽ ചന്ദ്രപ്പള്ളി സാർ ഒരു ആർട്ടിക്കിൾ അതിരുന്നു, പെരുന്നാൾ മുട്ടന്മാരെന്ന് പറഞ്ഞ് നല്ലൊരു വാക്കാണ്. ഇങ്ങനെയുള്ള ചില ആളുകൾക്കൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് പെരുന്നാളുകൾ അധപതിച്ചിരിക്കുകയാണ്. പിന്നെ നാടെങ്ങും ഈ ഉച്ചഭാഷണി വെച്ചിട്ട് നമ്മൾ നടത്തുന്ന ശബ്ദ മലിനീകരണത്തിൻ്റെ ദോഷവശത്തെ പറ്റി നമ്മൾ വേണ്ടത്ര ബോധവാന്മാരല്ല. ഈ സന്ധ്യ നമസ്കാരം, സുവിശേഷ പ്രസംഗം, വിശുദ്ധ കുർബാന എന്നിവ പള്ളിമുറ്റത്തിനപ്പുറത്തേക്ക് മൈക്കിൽ കൂടി പ്രക്ഷേപണം ചെയ്യുന്നത് ഒരു സാക്രിലേജാണ്. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അത് എത്ര ദൂരെ ചെല്ലുന്നോ അതാണ് കേമപ്പെട്ട് ആ പെരുന്നാളിനെ കേമമാക്കുന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ അവിഭാജ്യ ഘടകമാണ് മേൽപ്പട്ടക്കാരൻ്റെ സാന്നിധ്യം. അത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുടെ സാന്നിധ്യം കാണുമായിരിക്കും. അപ്പം പലപ്പോഴും പിതാക്കന്മാർ ക്ഷമിക്കണം, പിതാക്കന്മാരെ സംബന്ധിച്ചൊരു പ്രോഗ്രാം എന്നതിനേക്കാൾ പിതാക്കന്മാർ ഈ പെരുന്നാൾക്ക് എന്തെങ്കിലും പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം, ഒരു മെത്രാപ്പൊലീത്ത സ്വന്തം ഭദ്രാസനം വിട്ട് അതിന് പുറത്തു പോയി ഏതെങ്കിലും കൗദാശിക കർമ്മം നടത്തുന്ന ഏക ക്രിസ്തീയ സഭ മലങ്കര ഓർത്തഡോക്സ് സഭയാണ്. ഒരൊറ്റ സഭയിലും മെത്രാപ്പൊലീത്ത ഇടവ് വിട്ട് പോകാറില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ സിറിയയിലെ പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാം. ആലപ്പുഴയിലെ മെത്രാച്ചൻ ഇബ്രാഹിം യോഹാന ഗ്രിഗോറിയോസ്, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം തട്ടിക്കൊണ്ടുപോയി. അന്ന് ഈ സിറിയയുടെ വടക്ക് വശത്ത് ഹസാക്കി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒസ്താത്യോസ് എന്ന് പറഞ്ഞ മെത്രാച്ചനുണ്ട്. അദ്ദേഹം പാത്രികീസാകാൻ സാധ്യതയുണ്ടായെന്ന് ചിന്തിച്ചിരുന്നു. ഈ ഹസാക്കയിലെ മെത്രാപ്പൊലീത്ത ഒസ്താത്യോസിനെ തട്ടിക്കൊണ്ടുപോകുമെന്നുള്ള ഒരു ശ്രുതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾ നിർബന്ധിച്ച് അദ്ദേഹത്തോട് യൂറോപ്പിൽ പോയി താമസിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രിയയിലെ വിയന്നയുടെ സമീപത്തുള്ള ഒരു ഫ്രാൻസിസ്കൻ മൊണാസ്ട്രിയിൽ താമസിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വിയന്നയിൽ പ്രോറിയൻ്റെ മീറ്റിങ്ങിന് വേണ്ടി പോയിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഒരു മൊണാസ്ട്രിയിൽ താമസിക്കുന്ന അറിഞ്ഞത്. ഒരൊറ്റ ഞായറാഴ്ച പോലും ഈ മെത്രാപ്പൊലീത്ത വിയന്നയിലെ ശ്രീനോത്രോസ് പള്ളി വരികയില്ല. കാരണം അദ്ദേഹത്തിൽപ്പെട്ട പള്ളി അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കാതെ അവിടെ അദ്ദേഹം കയറുകയില്ല. ഇതൊരു മഹത്തായ പൗരസ്ത്യ പാരമ്പര്യമാണ്. പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ ഈ കാര്യം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് സദയം ക്ഷമിക്കണം, അതിൻ്റെ നല്ല സെൻസിലെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മേൽപ്പട്ടക്കാരുടെ ചരമവാർഷികം അതൊരു പെരുന്നാൾ ആഘോഷമായിട്ട് ഇന്ന് മിക്കവാറും എല്ലായിടത്തും ആഘോഷിക്കുന്നുണ്ട്. ഇതും കഴിഞ്ഞ ഒരു 25 വർഷങ്ങളായിട്ട് ഉണ്ടായൊരു സംഗതിയാണ്. ഞാൻ സെമിനാരി പഠിച്ചത് 1974-78 കാലയളവിലാണ്. അതിന് മുമ്പ് പഠിച്ച് പല വൈദ്യരും വിടിരിപ്പുണ്ട്. അന്ന് പട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളും മറ്റും വളരെ ലളിതമായിട്ടാണ് നടത്തിയിരുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1984 പട്ടശ്ശേരി തിരുമേനിയുടെ 50ാമത്തെ ചരമവാർഷികം ആഘോഷത്തിന് ശേഷമാണ് ആ പെരുന്നാൾ ഒരു വലിയ ആഘോഷമായി തീർന്നത്. അടുത്ത കാലത്ത് സ്പോൺസർ ചെയ്യാനും മറ്റു ആളുകൾ ഉണ്ടായപ്പോൾ
ആഘോഷം കൂടുതൽ ശ്രദ്ധേയമായി, പ്രത്യേകിച്ച് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഗൾഫ് അമേരിക്കൻ പണം ഈ ആഘോഷങ്ങൾ കേമമാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതോടൊപ്പം തന്നെ ആഘോഷങ്ങളോടുള്ള നമ്മുടെ കമ്പവും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പട്ടശ്ശേരി തിരുമേനി പരിശുദ്ധനാണ്. മലങ്കര മെത്രാപ്പോലിത്തായും സഭയുടെ ചരിത്രത്തിലെ നിർണായകമായ ഘട്ടത്തിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയ പിതാവും സഭയുടെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്താൻ വേണ്ടി ത്യാഗം വഹിച്ചൊരു പിതാവുമാണ് പാമ്പാടി തിരുമേനി. അതുപോലെ തന്നെ പരിശുദ്ധ ഗൗരീശുദ്ധിയും ബാവ, പട്ടശ്ശേരി തിരുമേനി എന്നീ പിതാക്കന്മാരുടെ ഓർമ്മ നമ്മൾ സമുചിതമായിട്ട് തന്നെ ആഘോഷിക്കണം. എന്നാൽ അതിൻ്റെ പേരിൽ നാടെങ്ങും ഈ ഫ്ലെക്സ് ബോർഡ് വെക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഫ്ലെക്സ് ബോർഡിലായാലും ഒരു ചിത്രത്തിന് ഒരു പവിത്രതയുണ്ട്. ആ ചിത്രത്തോട് നമ്മൾ കാണിക്കുന്ന അനാദരവ് ആ വ്യക്തിയോട് കാണിക്കുന്ന അനാദരവാണ്. ആ ചിത്രത്തോട് കാണിക്കുന്ന ബഹുമാനം ആ വ്യക്തിക്ക് നൽകുന്ന ബഹുമാനമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2012 ഞാൻ ബെയ്റൂട്ടിൽ പ്രോറിനുടെ മീറ്റിങ്ങിന് പോയി. ആ സമയത്ത് സാക്ക പ്രധാന പാത്രിക് ബാവയെ ഞാൻ കണ്ടു. 2012 നവംബറിലായിരുന്നു. അന്ന് ഞാൻ ഒരാഴ്ചക്കാലം അവിടെ ഒരു കത്തോലിക്ക മൊണാസ്ട്രി താമസിച്ചു. തിരിച്ച് ഒരു മാർനേറ്റ് സഭയിൽപ്പെട്ട ഒരു ടാക്സി ഡ്രൈവറാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത്. ആ ടാക്സി പോകുന്നത് മാർനേറ്റ് പാത്രികീസിൻ്റെ ആസ്ഥാനത്തിന് മുമ്പിൽ കൂടിയാണ്. മാർനേറ്റ് പാത്രികീസ് ലെബനോനിലെ പൊളിറ്റിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് 3ാമത്തെ ആളാണ്. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഇത് കഴിഞ്ഞാൽ മാർനേറ്റ് പാത്രികീസിനാണ് പ്രോട്ടോകോളിൽ ഉള്ള സ്ഥാനം. അന്ന് 2012 നവംബർ ആ കാലയളവിലാണ് ഈ മാർനേറ്റ് പാത്രികീസിനെ കർദിനാളാക്കിയത്. ഇവിടെ ആ സമയത്താണ് നമ്മൾ റീത്തിലെ ക്ലീമീസിനെയും കർദിനാളാക്കിയത്. അപ്പോൾ ഈ മാർനേറ്റ് പാത്രികീസിൻ്റെ ഒരു ചിത്രം, ഒരു ഫ്ലെക്സ് ചിത്രം ഈ അരമനയുടെ വാതിക്കൽ വെച്ചിട്ടുണ്ട്. ടാക്സി പാസ് ചെയ്തപ്പോൾ ഈ ടാക്സിക്കാരൻ ഇംഗ്ലീഷൊന്നും വലിയ പിടിയൊന്നുമില്ല. അയാൾ എന്നോട് ഏതൊക്കെ പറയുന്നുണ്ട്. അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, സി യുവർ പേട്രിയർക്ക് എന്ന് പറഞ്ഞു. ഉടനെ ആ ടാക്സി ഓടിക്കുന്ന മനുഷ്യൻ വണ്ടിക്കകത്തുകൊണ്ട് എന്നെ കുരിശു വരച്ചു. ആ പാത്രികീസിന്റെ ചിത്രം കണ്ടപ്പോൾ തന്നെ ആ ഭക്തിയോടുകൂടി അയാൾ കുരിശു വരച്ചു. അപ്പോൾ ആ സാധാരണക്കാരനായ മനുഷ്യൻ ആ ചിത്രത്തെ ആദരിച്ചപ്പോൾ ആ വ്യക്തിയെ പാത്രികീസിയാണ് ആദരിച്ചത്. നമ്മൾ പലപ്പോഴും ഈ പെരുന്നാളിന് ശേഷം ആ പരിശുദ്ധൻ്റെ പടത്തിന് എന്ത് സംഭവിക്കും നമ്മൾ ചിന്തിക്കാറില്ല. പഴയ സിനിമയുടെ പരിസരത്ത് പട്ടശ്ശേരി തിരുമേനിയുടെ ചിത്രങ്ങൾ അലക്ഷ്യമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പഠിച്ചവർക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ വലിയ ബാവായുടെ കബറടക്കത്തിന് അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെങ്ങും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു. അതിനുശേഷം ആ ചിത്രം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിത്രത്തോട് കാണിക്കുന്ന അനാദരവ്, വലിയ ബാവയോട് കാണിക്കുന്ന അനാദരവാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ ആഘോഷങ്ങൾക്ക് ശേഷം നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഈ തോരണങ്ങൾ വലിച്ചെറിയുന്നത് പോലെ ഈ ചിത്രങ്ങളും വലിച്ചെറിയുകയാണ്. ഇന്ന് നമ്മുടെ സഭയിലെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഒരു നല്ല പങ്കും കാലം ചെയ്ത മേൽപ്പട്ടക്കാരുടെ ഓർമ്മ മാത്രമാണ്. നമ്മുടെ ഓരോ മാസമുള്ള പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ, സഭാ കലണ്ടർ നോക്കുകയാണെങ്കിൽ പല പെരുന്നാളുകൾ വരുന്നുണ്ട്. അതിൽ പരിശുദ്ധ ബാവാ തിരുമേനിയുടെയും പിതാക്കന്മാരുടെയും സമയത്തിൻ്റെ ഭൂരിഭാഗവും എനർജിയും ഈ പെരുന്നാളുകൾക്ക് വേണ്ടിയാണ് ഗണ്യമായും ചെലവഴിക്കുന്നത്. നമുക്കറിയാം, ഇടവകളിൽ വരുന്ന കൽപ്പനകളിൽ ഒരു നല്ല പങ്കും ഈ പെരുന്നാളുകളുടെ ആഘോഷത്തെ പറ്റിയുള്ള കൽപ്പനകളാണ്. അതുപോലെ നമ്മുടെ പെരുന്നാളുകൾക്ക് ഒരു സ്ഥിരം മെനു ഉണ്ട്. തലേ ദിവസം സന്ധ്യയ്ക്ക് വളരെ തിരക്കിട്ട് വരുന്ന പിതാക്കന്മാർ 6 മണിയാകുമ്പോഴത്തേക്കും, തുടർന്ന് ഒരു സന്ധ്യ നമസ്കാരം, അത് കഴിഞ്ഞിട്ട് ജീവനില്ലാത്ത ഒരു നനഞ്ഞ പ്രസംഗം, മുഖ്യ പ്രസംഗത്തിൻ്റെ പാരഫ്രൈസാണ് കേട്ടോ, ഒരു ജീവനില്ലാത്ത ഒരു നനഞ്ഞ പ്രസംഗം. അതിന് നമ്മൾ മുഖ്യ പ്രഭാഷണമെന്നോ അനുസ്മരണ പ്രഭാഷണമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു റാസ, ആ റാസ ആഘോഷമാക്കാൻ വേണ്ടി നമ്മൾ പള്ളിക്ക് ചുറ്റും കഴിഞ്ഞ് തെരുവിലേക്ക് പോകും. അതിനുശേഷം ഒരു തണുത്ത ഭക്ഷണപ്പൊതി. പിറ്റേ ദിവസവും ഇത് തന്നെയാണ്, തണുത്ത രുചിയും ഗുണവുമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അതോട് പെരുന്നാൾ അവസാനിക്കുകയും ചെയ്യും. സന്ധ്യ നമസ്കാരം, അതുപോലെ പ്രസംഗം എന്നിവയുടെ സമയത്ത്
ശബ്ദ കോലാഹലത്തോടെ എത്തുന്ന പദയാത്രകളാണ്. പ്രത്യേകിച്ച് പഴയ സിനിമയിൽ ഞാൻ കാണുന്നതാണ്. അവിടെ സന്ധ്യാനമസ്കാരം നടത്തുമ്പോഴത്തേക്കും ഇന്നടത്തു നിന്ന് വരുന്ന പദയാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന വൈദികരുടെ പേരും ഒക്കെ പ്രത്യേകമായിട്ട് അനൗൺസ് ചെയ്യും. അവിടെ നമസ്കാരത്തെ മുഴുവൻ ആ ശബ്ദം അലങ്കോലപ്പെടുത്തുകയാണ്. അതുപോലെ പ്രസംഗത്തിന്റെ സമയത്താണെങ്കിലും ഈ റാസകളുടെ വരവ്, അത് കാണാൻ വേണ്ടി ഇറങ്ങി നിന്ന് സംസാരിക്കുന്ന ആളുകൾ, ഇതൊക്കെ അല്ലാതെ നമ്മൾ ആ പ്രസംഗം കേൾക്കുന്നില്ല. ആകപ്പാടെ ഒരു ശബ്ദമാണ്, ബഹളമാണ്. ഈ 1-2 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പം നമുക്ക് അമേരിക്കയിൽ അവിടെ ജനിച്ചു വളർന്ന ഷമ്മാശന്മാർ 6 മാസക്കാലം സെമിനാരി വന്ന് താമസിച്ച് പഠിക്കാറുണ്ട്. അപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പെരുന്നാളിൻ്റെ സമയത്ത് 2 ഷമ്മാശന്മാർ അവർ ഇച്ചിരി മാറി നിന്നു. ഞാൻ ചോദിച്ചു, എന്താ മാറി നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഇറ്റ് ഈസ് ടു ലൗഡ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ടു ലൗഡ്. അവർക്ക് സഹിക്കാൻ വയ്യുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദമാണ്. അതോടൊപ്പം തന്നെ അന്ന് സീരിയയിൽ കോട്ടയത്തെ സുറിയാനി പഠന കേന്ദ്രത്തിൽ 2 വിദേശ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു പെരുന്നാളാണ്, അവിടെ നമസ്കാരമുണ്ട്, റാസയുണ്ട്, നിങ്ങൾ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. അവർ വന്ന് അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഇറ്റ് ഈസ് ടു ലൗഡ് ഫോർ അസ് അവർ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ ശബ്ദം സഹിക്കാൻ വയ്യ. ഈ ശബ്ദമുണ്ടാക്കുന്നതാണ് പെരുന്നാൾ. ആളുകൾ ധാരാളമായിട്ട് കൂടുന്നതാണ് ആഘോഷം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഈ ശബ്ദത്തെ പറ്റി പറയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈ മൈക്കിൻ്റെ ശബ്ദം ഉച്ചത്തിൽ വെക്കുന്ന രീതിയാണ് പലയിടത്തും ഉള്ളത്. അപ്പോൾ വളരെ ചെറിയ പള്ളിയാണെങ്കിൽ പോലും ആംപ്ലിഫയർ വളരെ ഹൈ ആയിട്ട് വെക്കുന്നുണ്ട്. അത് ഈ മുഴങ്ങുന്ന രീതിയിൽ വെക്കുന്നതാണ് പലർക്കും തൃപ്തി. നമുക്കറിയാം, ഈ കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടല്ലോ, രാഷ്ട്രീയക്കാരുടെ ഇലക്ഷൻ്റെ സമയത്തുള്ള ഒരുമാതിരി മുഴങ്ങുന്ന ശബ്ദം. അങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്നതോ കുർബാന ചൊല്ലുന്നതാണ് ഭംഗി എന്നുള്ള ചിന്ത പലരുടെയും മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഈ ശബ്ദം ഒരു നിശ്ചിത ഡെസിബലിൽ കൂടുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് കൊച്ചുകുട്ടികളുടെ ഇയർ ഡ്രമ്മിന് അത് ദോഷമുണ്ടാക്കും. അതുപോലെ തന്നെ പ്രായമുള്ളവരിൽ BP വർദ്ധിപ്പിക്കും. ഈ തിരുമേനിമാരുടെയൊക്കെ BP വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ ഈ ശബ്ദത്തിൻ്റെ ഡെസിബല് കൂടിയാൽ അത് വളരെ അപകടകരമായ സംഗതിയാണ്. നമ്മുടെ ഈ ശുശ്രൂഷകരെ അക്യൂസ്റ്റിക്സ് ഒന്ന് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ശബ്ദത്തെ നിയന്ത്രിക്കാൻ തക്കവണ്ണം പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു സംഗതിയാണ്. ഈ ശബ്ദത്തെ പറ്റി പറയുമ്പോൾ ശബ്ദത്തിന് ഒരു പവിത്രതയുണ്ട്. ഈ പ്രാർത്ഥനകൾക്ക് ജീവനും ഭാവവും അർത്ഥവും വ്യക്തതയും നൽകുന്നത് ശബ്ദമാണ്. സ്ഫുടതയുള്ള ഉച്ചാരണമാണ് പ്രാർത്ഥനയുടെ അർത്ഥം വിശ്വാസികളുടെ ബോധ മനസ്സിലെത്തിക്കുന്നത്. ഈ സുറിയാനി സഭയിലും പല സഭകളിലും പ്രാർത്ഥനകൾ വായിക്കുകയല്ല ചെയ്യുന്നത്, ചാൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ വാക്കും സ്ഫുടമായിട്ട് ഉച്ചരിച്ച്, നമ്മൾക്ക് ഈ ഏവങ്കലിയം വായിക്കുമ്പോഴേക്കും പഴയനിയമം വായിക്കുമ്പോഴും ശ്ലീഹാ വായിക്കുമ്പോഴും പ്രമേയം വായിക്കുമ്പോഴും അത് ഓരോ വാക്കും സ്ഫുടതയോടെ ഉച്ചരിച്ച് ചാൻറ്റ് ചെയ്യാൻ. നമ്മുടെ മലയാളം ചാൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് സെമിനാരിയിൽ അച്ഛനായിട്ട് വന്ന കാലത്ത് ഏവങ്കലിയം ചാൻറ്റ് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തി. തിരുമേനിക്കൊക്കെ അറിയാം, അന്നത്തെ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് അതൊരു വലിയ തമാശായിരുന്നു. തിരുമേനി ഇമിറ്റേറ്റ് ചെയ്ത് പലരും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ചാൻറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞത്, ഈ വാക്കുകൾക്ക് സ്ഫുടത, അതിൻ്റെ അർത്ഥത്തെ എൻലൈറ്റൻ ചെയ്യുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും ഈ ശബ്ദമാണ്. ഈ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഈ വായിക്കുന്ന ആളിൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാനും ഈ നല്ല ശബ്ദം സഹായിക്കുന്നുണ്ട്. സത്യയോടുകൂടിയുള്ള വിശ്വാസികളുടെ പങ്കാളിത്തത്തിൻ്റെ സൂചനയാണ് പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ അവർ പറയുന്ന ആമേൻ. ആമേൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർമികൻ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയും ശ്രദ്ധാപൂർവം കേട്ടിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് യേശു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേട്ട കാര്യങ്ങൾ ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന അർത്ഥത്തിൽ വിശ്വാസികൾ ആമീൻ പറയുന്നുവെന്ന് സഭാപിതാവായ ജസ്റ്റിൻ മാർട്ടിൻ പറയുന്നുണ്ട്. ഈ ഉച്ചാരണവും ശബ്ദത്തിൻ്റെ യുക്തമായ ഉപയോഗവുമാണ് ഭക്തി ഉളവാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. പ്രാർത്ഥന ചൊല്ലുന്നയാളിൻ്റെ ശ്രദ്ധയും ഭക്തിയും കേൾവിക്കാരിൽ എത്തിച്ചേരുന്നതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഈ സംഗീതത്തെ ഉദാത്തമാക്കുന്നതും ഉച്ചാരണത്തിൻ്റെ ശുദ്ധിയും ഭക്തിയും ഭാവവുമാണെന്ന് ഈ ഭാരതീയ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് സംഗീതത്തിൻ്റെ ഈ ഒരു അർത്ഥം
അത് ഈ ഭാരതീയ സംഗീതത്തിന് ഉള്ള ഈ അർത്ഥം ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഈ സംഗീതത്തിൻ്റെ അർത്ഥം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു അമേരിക്കൻ സംഗീതത്തിൻ്റെ സ്വാധീനം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ആഫ്രിക്കയിലെ ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ രൂപം പ്രാപിച്ചതാണ് അമേരിക്കൻ സംഗീതം. അത് ഇന്ന് ലോകത്തിലെമ്പാടും എത്തിച്ചേർന്ന് കഴിഞ്ഞു. അവിടെ ഈ ആഫ്രിക്കൻ സംഗീതത്തിൻ്റെ പ്രത്യേകത ശബ്ദത്തിൻ്റെ അതിൻ്റെ ഉച്ചസ്ഥായിലുള്ള പ്രകടനമാണ്. അതുപോലെ തന്നെ ആ വലിയ ശബ്ദം, മുഴങ്ങുന്ന ശബ്ദം, ആ താളം അത് നൽകുന്ന ഒരു തരം ഇളക്കം, ഉന്മാദം, അതുവഴി ലഭിക്കുന്ന ഒരു വൈകാരിക സംതൃപ്തി, അതാണ് ഈ ആഫ്രോ അമേരിക്കൻ സംഗീതത്തിൻ്റെ ജീവൻ. ഈ ആഫ്രിക്കൻ ജനതയുടെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് നൃത്തവും അതുപോലെ തന്നെ ചലനവും. എത്യോപ്യൻ സഭയുടെ ആരാധനയിൽ നൃത്തമുണ്ട്, കാരണം അത് ആഫ്രിക്കൻ സംസ്കാരത്തിൽ നിന്ന് അവർ സ്വീകരിച്ചതാണ്. ഈ നൃത്തം, ചലനം, അതിൽ കൂടിയാണ് സമൂഹം മുന്നോട്ട് പോകുന്നതെന്നുള്ള ചിന്ത ആഫ്രിക്കൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. ഈ പ്രാകൃതമായ ചലനവും ചുവടുവെപ്പുള്ള ശബ്ദവുമാണ് ആഫ്രിക്കൻ നൃത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അമേരിക്കയിൽ അടിമകളായിട്ട് വെള്ളക്കാർ അവിടെ എത്തിച്ച ആഫ്രിക്കൻ വംശജരുടെ ഒരു സാക്ഷാത്കാരത്തിനുള്ള ഏക മാർഗം ഈ പൈതൃകമായ നൃത്തവും ചലനവും സംഗീതവുമായിരുന്നു. അതിനെ ഒരു ക്രിസ്ത്യനൈസ് ചെയ്താണ്, ക്രിസ്തീയവൽക്കരിച്ചതാണ് പെന്തിക്കോസ് ആരാധന എന്ന് പറയുന്നത്. ഈ കൈയടിച്ച് ഡ്രമ്മൊക്കെ അടിച്ചുള്ള ആ പാട്ടെന്ന് പറയുന്നത് ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെ ഒരു അനുകരണമാണ്. ആഫ്രോ അമേരിക്കൻ ആത്മീയത അത് ഈ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ് ഇന്നത്തെ വെസ്റ്റേൺ പ്രൊട്ടസ്റ്റന്റ് ആരാധന. അത് യൂറോപ്പിലുള്ള, അമേരിക്കയിലുള്ള മിക്കവാറും എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ആരാധനയിൽ ഈ കൊട്ട് ശബ്ദത്തിൻ്റെ ആ മുഴക്കം, അതിനാണ് മുൻതൂക്കം നൽകുന്നത്. അത് കത്തോലിക്ക സഭ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലും ഒരു പരിധി വരെ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അത് ടെലിവിഷനിൽ കൂടി നമ്മൾ പലപ്പോഴും കാണുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ആരാധനയിൽ ആരാധന നയിക്കുന്നയാള് ഒരു സെലിബ്രൻ്റ് അല്ല, ഒരു ലീഡറാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുതരം കോമ്പയറിങ് നടത്തുന്ന പോലുള്ള ഒരു ദൗത്യം മാത്രമേ ആരാധന നയിക്കുന്ന ആളിനുള്ളൂ. അപ്പോൾ ഈ ആരാധനയെ വികലമാക്കുന്ന ഈ പ്രകടനത്തിൻ്റെ അനുകരണങ്ങൾ മലങ്കര സഭയിൽ എത്തിക്കഴിഞ്ഞതാണ്. ഈ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഈ ആരാധനയുടെ സമയത്ത് അതിനെ ഗൈഡ് ചെയ്യുന്ന ചില വ്യക്തികൾ ഈ പ്രകടനത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് കീബോർഡ് എന്ന് പറയുന്നത്. യാതൊരു പരിശീലനമോ അഭിരുചിയോ ഇല്ലാത്ത ആളുകൾ, അല്പത്വവും അഹങ്കാരവും അപാരമായ തൊലിക്കെട്ടിയും മാത്രമുള്ള അല്പന്മാരാണ് മിക്കവാറും പല ദേവാലയങ്ങളിലും ഈ കീബോർഡ് പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് യെയിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സേക്രഡ് മ്യൂസിക് എന്ന് പറയുന്നത് ലോകത്തിലെ മ്യൂസിക്കിൻ്റെ നല്ലൊരു ട്രെയിനിങ് സെൻ്ററാണ്. 3 വർഷം നീണ്ടു നിൽക്കുന്ന തീവ്രമായ ഒരു ട്രെയിനിങ്ങാണ് അവർക്ക് ലഭിക്കുന്നത്. അവിടുത്തെ മ്യൂസിക്കിൻ്റെ പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആളുകളാണ്. അവിടെ കീബോർഡ് ഒരിക്കലും ഉപയോഗിക്കാറില്ല. അവിടെ ശരിയായ പിയാനോ, ശരിയായ ഈ ഓർഗൻ ഇതാണ് ഉപയോഗിക്കുന്നത്. കീബോർഡ് ആരാധന നശിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ ഒരു സീനിയർ പ്രൊഫസർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ സഭയിലെ ആരാധന എങ്ങനെയാണ്, നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാറില്ല, പക്ഷേ ഇന്ന് കീബോർഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കീബോർഡ് ആരാധന നശിപ്പിക്കുന്ന ഒന്നാണെന്ന്. അപ്പോൾ ഈ കീബോർഡ് നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയുടെ അന്തസത്ത പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒന്നാണെന്നുള്ള ഒരു പരിപൂർണമായ വിശ്വാസം എനിക്കുണ്ട്. ഈ ശബ്ദം എന്ന് പറയുന്നത് വികാരത്തെ ഇളക്കി വിടാനുള്ള ഒന്നല്ല. മദ്യം, മയക്കുമരുന്ന് എന്നിവ പോലെ ഉന്മാദം സൃഷ്ടിക്കാനുള്ള ഒരു ഉപാധിയല്ല സംഗീതം എന്ന് പറയുന്നത്. ശബ്ദം എന്ന് പറയുന്നത് ഒരു സാന്നിധ്യമാണ്. ശാന്തമായ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വാതിലാണ് ശബ്ദം എന്ന് പറയുന്നത്. ഉച്ചാരണ ശുദ്ധിയുള്ള, ശ്രദ്ധയോടെ, ഭക്തിയോടെ ഉച്ചരിക്കുന്ന വാക്കുകൾ ദൈവസന്നിധിയിലേക്കുള്ള വാതായനങ്ങളാണ്. ദൈവസാന്നിധ്യ ബോധം പലപ്പോഴും ഉളവാക്കുന്നത് ഈ ശബ്ദത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, പലപ്പോഴും മൃദുവായ ശബ്ദത്തിൽ കൂടിയാണ് ദൈവസാന്നിധ്യം ലോകം മനസ്സിലാക്കുന്നത്. നല്ലൊരു ഉദാഹരണം പഠനത്തിലുണ്ട്.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ, 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ അവിടെ പ്രവാചകനായ ഏലിയാവ് ആഹാബിനെ ഭയന്ന് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച് ദൈവത്തോട് പരാതി പറയുന്നു. ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, എന്നിട്ട് എനിക്ക് ഈ പീഡയാണല്ലോ. തുടർന്ന് ഒരു വെളിപാടിലൂടെ ദൈവം ഏലിയാവിന് മറുപടി നൽകുന്നു. ദൈവം ഏലിയാവിനോട് പറയുകയാണ്, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കുക എന്ന് യഹോവ കൽപ്പിച്ചു. എന്നിട്ട് ദൈവം കടന്നുപോയി. യഹോവ കടന്നു പോകുന്നു. ആദ്യം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കൊടുങ്കാറ്റ് കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന് ശേഷം ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റിൽ സ്മോൾ വോയിസ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 12-ാം വാക്യം. എ സ്റ്റിൽ സ്മോൾ വോയിസ്. മൃദുസ്വരത്തിൽ ദൈവം ചോദിച്ചു, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എലൈജ? ശബ്ദകോലാഹലത്തിലോ പ്രതാപത്തിലോ അല്ല ദൈവം പ്രത്യക്ഷനാകുന്നത്. ഈ കീബോർഡിന്റെ ശബ്ദത്തിൽ കൂടി അല്ല ദൈവത്തിന്റെ സ്വരം ആളുകൾ കേൾക്കുന്നത്. മൃദുസ്വരത്തിൽ കൂടിയാണ് ദൈവസാന്നിധ്യം ലോകം മനസ്സിലാക്കുന്നത്. ശബ്ദത്തിന്റെ ആ കൗദാശികത, ശബ്ദത്തിന്റെ ആത്മീയത നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ശബ്ദത്തിന്റെ വികലമായ ഉപയോഗം ആരാധന നശിപ്പിക്കും. പ്രാർത്ഥനയെ വാചകമടിയാക്കി തീർക്കും. ഭക്തിയോടെ ഗീതങ്ങൾ ആലപിക്കുന്ന ഒരു പെർഫോമൻസ് ആക്കി തീർക്കും. ഒരു വലിയ അപകടത്തിലേക്കാണ് നമ്മൾ അറിയാതെ തന്നെ നീങ്ങുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പഴയ നിയമ ചിന്തയിൽ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ കഴിവ് എന്താ? പാടാനുള്ള കഴിവാണോ? പഴയ നിയമ ചിന്തയിൽ അങ്ങനെയല്ല. പ്രസംഗിക്കാനുള്ള കഴിവാണോ? അതല്ല. ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവാണ്. അത് സങ്കീർത്തനത്തിലെ 66-ാം സങ്കീർത്തനം 20-ാം വാക്യം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇല്ല, ഹീബ്രുവിലുള്ള വേർഷൻ ഇങ്ങനെയാണ്. 66-ാം സങ്കീർത്തനം 20-ാം വാക്യം ഹീബ്രുവില്, ബ്ലെസ്സഡ് ബി ഗോഡ് ഹു ഹാസ് നോട്ട് ടേക്കൺ അവേ ഫ്രം മീ ദി എബിലിറ്റി ടു പ്രേ നോർ വിത്ത്ഹെൽഡ് ഹിസ് ഗ്രേസ് ഫ്രം മീ. പ്രാർത്ഥിക്കാനുള്ള കഴിവ് എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും തൻ്റെ കൃപ എനിക്ക് വിലക്കാതിരിക്കുകയും ചെയ്ത യഹോവ വാഴ്ത്തപ്പെട്ടവനാണ്. മലയാളത്തിൽ പറയുന്ന ഇതേ ഉള്ളൂ, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദഭാഗം, ഹീബ്രുവിലുള്ള വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദ റാവിമാർ പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് പ്രാർത്ഥിക്കാനുള്ള കഴിവാണെന്ന്. അപ്പോൾ ഈ സംഗീതത്തിന്റെ വികലമായ ഉപയോഗം കുറച്ചു കഴിയുമ്പോൾ ആളുകളിൽ വിരസതയുണ്ടാക്കും. പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെടും. പ്രാർത്ഥിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. ആരാധന നടത്തുന്ന അനധികൃതമായ മാറ്റങ്ങൾ ആരാധനയുടെ ആത്മാവിനെ നശിപ്പിക്കും. അതുവഴി ആരാധിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. യൂറോപ്പിലെ ക്രൈസ്തവര് ആരാധനയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ നമുക്ക് നൽകുന്ന വലിയ പാഠം ഇതാണ്. അല്പത്വവും അജ്ഞതയും, അത് കാണാൻ സാധിക്കാതെ വണ്ണം കണ്ണുകളെ അന്ധമാക്കുന്ന അഹങ്കാരവും മാത്രം കൈമുതലായുള്ള കൊയർ ലീഡർമാർ സഭാംഗങ്ങളുടെ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹത്തെ ഉന്മൂലനം ചെയ്യുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുണ്ടാകാതെ സഭയെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.